സോ അങ്ങനെ ഫൈനലി കങ്കുവാൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. സോ ട്രെയിലർ എല്ലാം കണ്ടിട്ടുണ്ടാവും. സോ ഇതിന് മുമ്പ് തന്നെ ഒരു ടീസർ അല്ലെങ്കിൽ ഒരു ഗ്ലിംസ് സെറ്റം പുറത്തിറങ്ങിയിരുന്നു. ഇപ്പോൾ അടുത്ത് തന്നെയാണ് ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ നല്ലൊരു ടീസറും ഗ്ലിംസ് തന്നെയായിരുന്നു. സോ അതേ അഭിപ്രായം തന്നെയാണ് എനിക്ക് ഈ ഒരു ട്രെയിലർ കണ്ടപ്പം തോന്നിയത്. അതായത് ഒരു മാറ്റം തോന്നിയിട്ടില്ല, നല്ല വിഷ്വൽസും കാര്യങ്ങളും തന്നെയാണ്. ഇതിൻ്റെ അകത്തുള്ള ആർട്ട് വർക്ക് അടിപൊളിയാണ്. അത് ഈ ട്രെയിലർ ഇവർ അതിൻ്റെ അത് അധികം കാണിച്ചിരിക്കുന്നത് ആർട്ട് വർക്കും കാര്യങ്ങളും തന്നെയാണ്. സോ വിഷ്വലി സ്റ്റണ്ണിങ് ആയിരിക്കുന്ന പടം എനിക്ക് തോന്നുന്നത്. കുറേ സാധനങ്ങളുണ്ട്. ഒരു കടലിൻ്റെ ഉള്ളിലൊരു ഫുഡ് കയ്യും കാലെല്ലാം മുറിച്ചിട്ടൊരു സീനെല്ലാം ഉണ്ട്. എനിക്ക് ഏതോ ഒരു സിനിമയിലെല്ലാം ഓർമ്മ വന്നു. ബട്ട് എന്താ പറയുക, നൈസ് സീനായിരുന്നു. അങ്ങനത്തെ കുറേ വിഷ്വൽസ് ഉണ്ട്. കഴിഞ്ഞ ഒരു ടീസറിലെല്ലാം ഒരു മുതലേൻ്റെ ഒരു കണ്ണുറക്കുന്ന സീനുണ്ട്. സോ വിഷ്വലി ഗംഭീരമായിരിക്കുന്ന പടം എനിക്ക് തോന്നുന്നു. അങ്ങനെ നല്ല വിഷ്വൽസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആൻഡ് സൂര്യൻ്റെയും ബോബി ഡിയോളിൻ്റെയും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഒരു റൈവലറിയും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കാണിക്കുന്നത്. സോ ബോബി ഡിയോളിലൊക്കെ കണ്ടപ്പം ബാഹുബലിയാണ് ഓർമ്മത്. കുറേ ബാഹുബലിയിലും കുറേ സ്ട്രക്ചറായിട്ടുള്ള കുറേ സിമിലാരിറ്റി കാര്യങ്ങളുണ്ട്. ഒരു അമ്പിൻ്റെ മേലെ പാമ്പിടുന്ന ഒരു സീനെല്ലാം ഉണ്ട്. സോ അതെല്ലാം ബാഹുബലിയിൽ നമ്മളെ തമന്ന ചെയ്ത കാര്യം തന്നെയാണ്. സോ അതേപോലത്തെ ഇപ്പം ബോബി ഡിയോളിയുടെ ക്യാരക്ടർ കാണുമ്പോൾ മറ്റേ അസമസ്ത സ്കൂറിയ ഷിബു ആ ഒരു ക്യാരക്ടറല്ലേ, ആ ക്യാരക്ടറിൻ്റെ പേര് പറഞ്ഞു പൽവാൽ ദേവനോ ആരായിരുന്നു, സോറി. ബാഹുബലി ഫസ്റ്റിൽ ഒരു ക്യാരക്ടറായിരുന്നു, നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. സോ ഒരു ക്യാരക്ടറായിരുന്നു, നല്ല സിമിലാരിറ്റി ഈ ബോബിലിൻ്റെ ക്യാരക്ടറിൻ്റെ ഒപ്പം ഒരു ഒറ്റക്കണ്ണിങ്ങനെ ഒരു ബ്ലറായിട്ടുള്ള സാധനങ്ങൾ കാണുമ്പോൾ. പിന്നെയും കുറേ സീക്വൻസെല്ലാം ബാഹുബലി ആയിട്ട് തോന്നി. സോ ഒരു റോ ആയിട്ടുള്ള ഒരു ബാഹുബലി സിനിമ ആണെങ്കിൽ പറയാം. നല്ലൊരു വയലൻസും കാര്യങ്ങളും ഉള്ള. സോ അതിനകത്തുള്ള എനിക്ക് എലമെൻറ്റ്സ് ആണ് ഇഷ്ടമായത്. അതായത് ആർട്ട് വർക്കും പിന്നെ അതിനകത്തുള്ള കുറേ എലമെൻറ്റ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഒരു പ്രൈമൽ ഏജ് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ അതിനകത്ത് കാണിക്കുന്നത്. സോ നമ്മളിപ്പോൾ ഒരു വൈക്കിങ്സിലെല്ലാം കുറേ റെഫറൻസ് ഉണ്ട്. ബ്ലാക്ക് പാന്തറിൻ്റെ എല്ലാം ഉണ്ട്. ഈ സൂര്യൻ്റെ ഒരു കൈയും കാര്യങ്ങളും കാണിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പൊന്തി ഇപ്പോൾ കൊതുകടിച്ച പൊന്ത് സാധനം പോലത്തെ കുറേ സാധനങ്ങളുണ്ട്. ഒരു ബ്ലാക്ക് പാന്തറിലെല്ലാം നമുക്ക് കണ്ടിട്ട്. സോ അങ്ങനത്തെ കുറേ റെഫറൻസുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം ഒന്നിപ്പിച്ചൊരു നല്ല നൈസായിട്ടുള്ളൊരു എലമെൻസും കാര്യങ്ങളും കൊണ്ടുവന്ന പോലെ തോന്നി. പിന്നെ ഇതിനകത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സൂര്യൻ്റെ ഒരു ക്യാരക്ടർ കണ്ടിരുന്നു. അതായത് പോസ്റ്റർ, ഇപ്പോൾ റിലീസിങ് പോസ്റ്ററോ അതിൻ്റെ അകത്തോ കണ്ടിരുന്നു ഒരു ക്യാരക്ടറിൻ്റെ. സോ ഒരു ക്യാരക്ടറിൻ്റെ ലുക്കും കാര്യങ്ങളും സൈഡിഷ് ആയിട്ടൊരു ലുക്കും കാര്യങ്ങളാണ് കിട്ടിയത്. സോ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ട്രെയിലർ ഫുൾ പ്രൈമലായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് കാണിച്ചത്. ട്രെയിലർ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ പ്രൈമലായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്ന ഫുൾ സിനിമയാണ് ഈ കൊങ്കവ എന്ന് പറഞ്ഞ സിനിമ. ബട്ട് അങ്ങനെയല്ല, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഇപ്പോൾ 7ാം അറിവ് പോലെയെല്ലാമാണ് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു പ്രൈമലൈസുള്ള കാര്യങ്ങൾ എത്ര മിനിറ്റ്സോ കുറച്ച് സമയമല്ലേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ബട്ട് ഇതിൻ്റെ അകത്ത് ഈ ട്രെയിലർ ഫുൾ ഇത് ഉഴുനീളം കാണിച്ചു. സോ മൊത്തത്തിൽ ആ ഒരു സാധനം കാണിച്ചോ ഡൗട്ട് ഉണ്ട് ഈ ട്രെയിലറിൽ. അതാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സൂര്യൻ നടിപ്പിൻ നായകൻ നല്ല ഈക്കനെ ഇതിൻ്റെ അകത്ത് അഭിനയിച്ച പോലെ തോന്നിയിട്ടുണ്ട്. അതായത് ട്രെയിലറിൽ ഓരോ ഷോർട്സ് ഒക്കെ ഉണ്ട്. മൂപ്പര് ഒരു അലറിനല്ല നല്ല എനർജറ്റിക് ആയിട്ട് തന്നെ മൂപ്പര് അഭിനയിച്ചിട്ടുണ്ട്. സോ ബോബി ഡിയോളാണ് അപ്പുറത്തുള്ളത്. സോ നല്ലൊരു വില്ലനും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട് വിചാരിക്കുന്നത്. പിന്നെ ഒരു ട്രെയിലറിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒരു ക്യാരക്ടറിനെ ഇവരിങ്ങനെ കാണിക്കുന്നത്, ഒരു കുതിരനെ വരുന്നത് അങ്ങോട്ടും എല്ലാം തെറിച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. സോ മേ ബി അതൊരു ക്യാമിയോ റോൾ ആരെങ്കിലും ആകാൻ ചാൻസ് ഉണ്ട്. നല്ലൊരു ക്യാരക്ടർ റിവീൽ ചെയ്യുന്നില്ല, നല്ലൊരു വേറൊരു കിടിലൻ ക്യാരക്ടർ ആവാൻ ചാൻസ് ഉണ്ട്. വിചാരിക്കും കാർത്തി ആയിരിക്കുമോ ഡൗട്ട്. മേ ബി ആയിരിക്കാം, ചിലപ്പം പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു സർപ്രൈസ് ക്യാരക്ടർ ഉണ്ട് എന്നെല്ലാം റൂമേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. സോ ആരാന്നേ അറിയില്ല. സോ നല്ല ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു മുന്നത്തെ ടീസർ പോലെ തന്നെ നല്ലൊരു ട്രെയിലറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബീജം പറയാൻ പറ്റും, ബീജം നൈസ് തന്നെയാണ്. ബീജം നമ്മൾ ആദ്യ സിനിമൻ്റെ ഒരു ക്ലിംസ് എല്ലാം വരുമ്പോൾ തന്നെ കേട്ട് തന്നെയാണ്. നൈസ് വിജയം തന്നെയാണ്, ഈ നല്ലത് ചെയ്യുന്ന വിജയം തന്നെയാണ്. സോ മൊത്തത്തിൽ ട്രെയിലർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വിഷ്വൽസ് ആയിട്ട് ഗംഭീരമാണ്. സോ എൻ്റെ റിലീസിംഗ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 10/10/2024 അതായത് ഒക്ടോബറാണ് പറഞ്ഞിരുന്നത്, October 10. സോ കട്ട വെയിറ്റിംഗ് ആണ് പടത്തിന് വേണ്ടിയിട്ട്. ഇനി സമയമുണ്ട്, 1 മാസം സമയമുണ്ട്. സോ സൂര്യൻ്റെ ഒരു കുറേ നാളത്തിന് ശേഷം ഒരു അടിപൊളി പടം പ്രതീക്ഷിക്കുന്നു. സോ അത്ര പറയുന്ന ഈ ട്രെയിലറിനെ പറ്റി നല്ലൊരു ഗംഭീര ട്രെയിലറായിട്ട് ഫീൽ ചെയ്തു. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.